മെനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂരിന് ലഭിച്ചത് 101 അംഗങ്ങളുടെ പിന്തുണ. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. എബോള വൈറസ് വ്യാപനം, ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ ദുരൂഹത. ഫയലുകൾ മോഷണം പോയതായി സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാസവള പ്രതിസന്ധി രൂക്ഷമായതോടെ ജില്ലയിലെ കർഷകർ പ്രതിസന്ധിയിൽ. വളത്തിന്റെ വില 3 ഇരട്ടിയാക്കിയത് കർഷകരുടെ ദുരിതം വർദ്ധിപ്പിച്ചു. കൊടകരയിൽ പാഴ്സൽ ലോറിയുടെ മറവിൽ രാസലഹരി കടത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നി സ്വദേശി മുഹമ്മദ് ഫാസിൽ അറസ്റ്റിൽ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. പുതിയ പാലത്തിനോട് ചേർന്ന് നടപ്പാതയും ഒരുക്കും. ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലത്തിന്റെ തകരാറിലായ ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. 5 ദിവസത്തിനകം പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. വാർത്തകളിലേക്ക് വിശദമായി. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 16ാം നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. 101 വോട്ടുകൾക്കാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടേം സ്പീക്കറായതിനാൽ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂരിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. CPM-ലെ AC മൊയ്തീനും BJP-യുടെ BB ഗോപകുമാറുമായിരുന്നു LDF-നും NDA-യ്ക്കും വേണ്ടി മത്സരിച്ചത്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി 3 പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നത് പ്രത്യേകതയായിരുന്നു. സഭയിലെ മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA-യുമായ G സുധാകരനായിരുന്നു സഭയുടെ പ്രോട്ടേം സ്പീക്കർ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഔട്ട്റീച്ച് പദ്ധതി അവരുള്ള പ്രത്യേകത 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും. 16ാം നിയമസഭയിലെ സ്പീക്കർ പദവി അലങ്കരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമവായ മുഖമാണ്. രാഷ്ട്രീയ ജീവിതത്തിലെ അച്ചടക്കമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത്. മികച്ച സംഘാടകൻ, വാഗ്മയി, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ. തോൽവിയറിയാതെ 8 തവണ തുടർച്ചയായി നിയമസഭയിൽ. 4 തവണ അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അടൂർ സംവരണ മണ്ഡലമായപ്പോൾ പിന്നീട് സ്വന്തം തട്ടകമായ കോട്ടയം മണ്ഡലത്തിലേക്കെത്തി. ആഭ്യന്തരം, റവന്യൂ, ആരോഗ്യം, ഗതാഗതം, ജലസേചനം ഉൾപ്പെടെ 8 വകുപ്പുകൾ 2 മന്ത്രിസഭകളിൽ കൈകാര്യം ചെയ്ത വ്യക്തി. KSU കാലം മുതൽ തിരുവഞ്ചൂരിന്റെ സംഘാടക മികവ് പാർട്ടി തിരിച്ചറിഞ്ഞിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ദീർഘകാലം KPCC ജനറൽ സെക്രട്ടറി പദവിയും അലങ്കരിച്ചു. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ശിഷ്യനായി സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെയായിരുന്നു തിരുവഞ്ചൂർ കേന്ദ്രീകരിച്ചത്. നിലവിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷനാണ്. രാഷ്ട്രീയ എതിരാളികളോടുപോലും സൗമ്യഭാഷിയായും പെരുമാറുന്ന വ്യക്തിത്വത്തിന് ഉടമയായതിനാൽ നിയമസഭാ സ്പീക്കർ പദവി അലങ്കരിക്കാൻ യോഗ്യൻ തിരുവഞ്ചൂരെന്ന് പാർട്ടി ഉറപ്പിക്കുകയായിരുന്നു. ഒപ്പം നിയമസഭയിലെ തഴക്കവും സഭാ നടപടികളിൽ മുതൽക്കൂട്ടാകും. കോൺഗ്രസ് MLA-മാരിൽ ഏറ്റവും മുതിർന്ന ആളാണ് തിരുവഞ്ചൂർ. മന്ത്രിയാകാൻ താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ഉയർന്ന പ്രോട്ടോകോൾ പദവി സന്തോഷപൂർവ്വമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റെടുത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. എബോള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. പനി, ശരീരവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണമുള്ളവരെ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റും. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഐസൊലേഷൻ സൗകര്യം സജ്ജമാക്കും. ആരോഗ്യ പ്രവർത്തകർക്കും ജനങ്ങൾക്കുമുള്ള വിശദമായ മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ ദുരൂഹത സംശയിച്ച് ഭരണസമിതി.
മോഷ്ടാവ് ഫയലുകൾ പരിശോധിച്ചതായും സൂചന. വെള്ളിയാഴ്ച രാവിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് സോണൽ ഓഫീസിന്റെ പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തല്ലി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിൻവാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഹെൽത്ത് വിഭാഗം ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ കാണാതായി. ഓഫീസിലെ അലമാരയിൽ വെച്ചിരുന്ന ഫയലുകളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. എല്ലാ മുറികളുടെയും പൂട്ട് തകർത്ത് ഫയലുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഫയലുകൾ നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നതായി ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് പറഞ്ഞു. സാമ്പത്തികമായ ഒരു ലക്ഷ്യവുമായിട്ടാണ് മോഷ്ടാവ് അവിടെ കയറിയതെന്ന് നിലവിലെ സാഹചര്യം മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. അവിടെ ഹെൽത്തിന്റെ വിഭാഗത്തിന് ഷെൽഫിലിരിക്കേണ്ട 2000 രൂപയുടെ മാത്രമാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ തന്നെ മാറി വലിച്ചുവാരി അവിടെ ലാപ്ടോപ്പൊക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അവിടെ ഫയലുകൾ പരിശോധന നടന്നിട്ടുണ്ട്. റവന്യൂ ഭാഗമായി ഫയലിലൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കൃത്യമായ താല്പര്യം അവിടെ കള്ളൻ കയറിയെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അവിടെ കയറിയ വ്യക്തിക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിൽ ഫയൽ കൊണ്ടുപോയോ അല്ലെ അതിന് ഫയലുകളിലെ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമില്ല. അതൊക്കെ തന്നെ ബന്ധപ്പെട്ട ദിവസങ്ങളിലെ പരിശോധനയിലൂടെ എന്തായാലും സൂപ്രണ്ടിനോട് നമ്മൾ നിലവിലുള്ള അവിടെ ഫയലുകൾ സ്ഥിതിയും മറ്റും എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം LDF ഭരണസമിതിയാണ് ഫയലുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ഫയലുകളിൽ ചിലതാണ് കാണാതായിട്ടുള്ളതെന്ന് കോർപ്പറേഷൻ ഭരണസമിതി സംശയിക്കുന്നത്. നെടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക് TCV. രാജ്യത്ത് അനുഭവപ്പെടുന്ന കടുത്ത രാസവളക്ഷാമവും വലിയ തോതിലുള്ള വിലക്കയറ്റവും കർഷകരെ ദുരിതത്തിലാക്കുന്നു. 2-3 വർഷത്തിനുള്ളിൽ രാസവളത്തിന്റെ വില 3 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ കർഷകരുടെ നടുവൊടിക്കുന്ന വിധം രാസവളത്തിന്റെ ക്ഷാമവും വിലവർധനവും ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്താൽ വളപ്രയോഗം നടത്തേണ്ട സമയത്താണ് വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കർഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുന്നത്. പൊട്ടാഷ്, ഫാക്ടം ബോസ്, അമോണിയം സൾഫേറ്റ്, NPK 16-16-16 മിശ്രിതം തുടങ്ങിയ വളങ്ങൾക്കാണ് പൊള്ളുന്ന വിലവർധനവുണ്ടായിരിക്കുന്നത്. 2 മാസം മുമ്പ് 1550 രൂപയുണ്ടായിരുന്ന പൊട്ടാഷിന് 2250 രൂപയായി വർദ്ധിച്ചു. 1425 രൂപയുണ്ടായിരുന്ന ഫാക്ടം ഫോസിന് 2200 രൂപയായി. 900 രൂപയായിരുന്ന അമോണിയം സൾഫേറ്റിന് 1400 വർദ്ധിച്ചു. NPK 16-16-16 1450 രൂപയിൽ നിന്ന് 2250 രൂപയിലെത്തി. യൂറിയയ്ക്ക് മാത്രമാണ് ഇപ്പോൾ വില കാര്യമായി വർദ്ധിക്കാതെ 267 രൂപയിൽ നിൽക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വളത്തിന്റെ ഇറക്കുമതി കുറഞ്ഞതും കേന്ദ്ര സർക്കാർ രാസവളം കമ്പനികൾക്ക് നൽകുന്ന സബ്സിഡി വെട്ടിക്കുറച്ചതുമാണ് വില ഉയരാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. 3 വർഷത്തിനിടെ രാസവളങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടായ വിലവർധന കർഷകർക്ക് ഭാരിച്ച ബാധ്യതയാണ് വരുത്തിവെച്ചിട്ടുള്ളത്. വളത്തിന്റെ വിലവർധനവും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണവും നെൽ കർഷകർ അടക്കമുള്ള കൃഷിക്കാരെ കാര്യമായി തന്നെ ബാധിക്കുന്നുവെന്നും മഴക്കാലം അടുത്തതോടെ വളത്തിന്റെ ലഭ്യതക്കുറവ് കാരണം പലയിടത്തും വളപ്രയോഗം മുടങ്ങുമെന്നും അസോസിയേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് സീഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി KR സദാനന്ദൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി കാരണം കൂടുതൽ സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ ഇറക്കുമതിക്ക് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സബ്സിഡിയുള്ള ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഗവൺമെൻറ്റും സബ്സിഡിയും കുറച്ച് കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. കൃഷിക്കാർക്ക് ആവശ്യമുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവർ അതാത് കൃഷിഭവനിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ആധാർ കാർഡും അവരുടെ മറ്റേ ടാക്സ് റെസീറ്റൊക്കെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടാണ് അവിടെ നിന്ന് പെർമിറ്റ് കൊടുക്കുന്നത്. ഓരോ കൃഷിക്കും ഇത്ര വീതം സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഓരോ കൃഷിക്കാരും അത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ എവിടെ നിന്നെങ്കിലും പോയൊക്കെ മേടിക്കായിരുന്നു. ഇപ്പോൾ അത് മാറി. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇപ്പോൾ പറയുന്നത് ഓർഗാനിക്കിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഞങ്ങളോടൊക്കെ ഓർഗാനിക് പഴയ കൃഷി സമ്പ്രദായത്തിലേക്ക് വരണം എന്ന് പറയുന്നത്. പക്ഷേ അത് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചല്ല, കൃഷിക്കാരനെ സംബന്ധിച്ച് ഈൽഡ് ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കൃഷി നിന്നു പോവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാസവളത്തിന്റെ ഉപയോഗം കുറച്ച് ജൈവവളം ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ജൈവവള പ്രയോഗം കൊണ്ട് മാത്രം വിളവ് ലഭിക്കില്ലെന്നതിനാൽ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കുമെന്നും ആവശ്യത്തിന് രാസവളം ലഭ്യമാക്കി കേരളത്തിലെ കാർഷിക മേഖലയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. പാഴ്സൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഐഷർ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ തൃശൂർ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMA-യും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരി കടത്താൻ ഉപയോഗിച്ച ലോറിയും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാത കൊടകര പേരാമ്പ്ര ഫ്ലൈഓവറിന് സമീപം നടത്തിയ പരിശോധനയിലാണ് രാസലഹരി ശേഖരം പിടികൂടിയത്. ഐഷർ ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI-മാരായ P ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, TR ഷൈൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതപ്പുഴയിലെ 5ാമത്തെ പാലമാകും ഇത്. 11ാമത്തെ തൂണിന്റെ പണിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ട്രാക്കോട് കൂടിയ പാലമാണ് പണിയുന്നത്. 2 ദിശയിലേക്കും ട്രെയിനുകൾക്ക് അതിവേഗം ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. തൂണുകൾ നിർമ്മിക്കുന്നതിനായി ബീഹാറിൽ നിന്നാണ് യന്ത്രങ്ങൾ എത്തിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നുണ്ട്. പൈങ്കുളം റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങളാണ് ഭാരതപ്പുഴയിൽ അടുത്തടുത്തായി നിലകൊള്ളുക. പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് മുകളിൽ ഉദ്യോഗസ്ഥർക്ക് നടന്നുപോകാൻ 2 വശങ്ങളിലേക്കുമുള്ള നടപ്പാതയും തയ്യാറാക്കുന്നുണ്ട്. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരിയാക്കുന്നുമുണ്ട്. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ B ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനുമാകും. 450 കോടിയോളം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. TCV ചെറുതുരുത്തി. ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലത്തിന്റെ തകരാറിലായ ബെയറിംഗുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തിയായി. എക്സ്പാൻഡ് ജോയിന്റുകൾ ഘടിപ്പിക്കുന്ന പ്രവൃത്തികൾ കൂടി തീർത്ത് 5 ദിവസത്തിനകം പാലം പൂർണ്ണ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ആകെ 42 ബെയറിംഗുകളും മാറ്റി പുതിയതാക്കി. തിങ്കളാഴ്ച മുതൽ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒറ്റവരി ഗതാഗതം അനുവദിക്കും. GIPL കമ്പനിയാണ് ജോലി കരാറെടുത്തത്. സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാതല ഉദ്ഘാടനങ്ങൾ മന്ത്രിമാർ നിർവഹിക്കും. വിപുലമായ സ്വാഗത സംഘം രൂപീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിപാടികളിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വിദ്യാഭ്യാസ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിക്കാനും നിർദ്ദേശമുണ്ട്.
കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം കിഴൂർ സ്വദേശി വടക്കേ തലയ്ക്കൽ വീട്ടിൽ ബാബുവാണ് മരിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേക്ക് സമീപമായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ലോറിയുടെ സൈഡിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ ബാബുവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് നഗരമധ്യത്തിൽ ചരക്ക് ലോറി ഇടിച്ച് കടകൾ തകർന്നു. കടയ്ക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന കടയുടമ രക്ഷപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും അരി കയറ്റി പറവൂരിലേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുമ്പോഴാണ് ചക്കാല സ്റ്റോഴ്സിലേക്കും സമീപത്തെ ബാർബർ ഷോപ്പിലേക്കും ഇടിച്ചു കയറിയത്. അപകട സമയത്ത് ബാർബർ ഷോപ്പ് ഉടമ ശ്രീരാമൻ ഷോപ്പിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. ശബ്ദം കെട്ടുണർന്നപ്പോൾ കടയുടെ മുൻഭാഗം തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. കട തകർന്നതിനാൽ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾക്ക് നഷ്ടമുണ്ടായെന്ന് ചക്കാല സ്റ്റോഴ്സ് ഉടമ ഹുസൈൻ ചക്കാലക്കൽ പറഞ്ഞു. ചരക്ക് ലോറി അരിയോടുമായിട്ട് അവർ മഞ്ചേരിയിൽ നിന്ന് പറവൂർ പോയിരുന്നു. അങ്ങനെ സെൻറ്റർ വഴി പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സെൻറ്ററിലെത്തിയപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ. അങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുത്താണ്. അപ്പോൾ നോക്കുമ്പോൾ അത് നേരെ നമ്മളെ ഷോപ്പിലേക്ക് കയറിയുണ്ടായിരുന്നു. എൻ്റെ ഷോപ്പ് മാത്രമല്ല, തൊട്ടപ്പുറത്ത് ഒരു ബാർബർ ഷോപ്പ് കൂടിയുണ്ട്. അത് രണ്ടും ഏകദേശം പരിപൂർണമായി തകർന്ന ഒരവസ്ഥയിലാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ബക്രീദും സ്കൂൾ സീസൺ, അതിലുപരി നമ്മളുടെ വേൾഡ് കപ്പിൻ്റെ സീസണായിട്ടുള്ള നല്ലൊരു കച്ചവടമുള്ള സമയമായിരുന്നു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കുടിവെള്ള വിതരണ വാഹനം മറിഞ്ഞു. കുട്ടഞ്ചേരി 4-ാം വാർഡിൽ നെല്ലിക്കുന്ന് ഭാഗത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ പോയ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ സ്വകാര്യ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കയറ്റത്തിൽ വലിയ കുണ്ടും കുഴികളും കാരണം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് ഉരുണ്ടു നീങ്ങുകയായിരുന്നു. തുടർന്ന് സമീപത്തെ വീടിന്റെ മതിലിലിടിച്ച് വാഹനം മറിഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തിൽ വാഹനത്തിനും വീടിന്റെ മതിലിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കോലഴിയിൽ സഹോദരി പുത്രനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ 3 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. മണൽത്തറ ഒറ്റയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കമ്മനീസ് ശിക്ഷിച്ചത്. 2023 മെയ് 27-നാണ് കേസിനാസ്പദമായ സംഭവം. സഹോദരിപുത്രൻ പുന്നശ്ശേരി ശങ്കരനായർ മകൻ ശ്രീകൃഷ്ണനെയാണ് കൊലപ്പെടുത്തിയത്. ശ്രീകൃഷ്ണന്റെ 13 വയസ്സുള്ള മകളുടെ മൊഴിയാണ് കോടതിയിൽ നിർണായകമായത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ പി അജയകുമാർ കോടതിയിൽ ഹാജരായി. ചെരുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞ് മരുമകനുമായി വഴക്കിടുകയും പ്രസ്തുത വഴക്കിനെ തുടർന്ന് പ്രകോപിതനായ പ്രതി വീട്ടിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മരുമകനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരുമകൻ മരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 2023 സംഭവം. പ്രതിയുടെ പ്രായം മാനിച്ചുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം 304 ഭാഗം 2 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. പൂമംഗലം പടിയൂർ സമഗ്ര കോൾകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബണ്ട് റോഡ് മഴയിലിടിയുന്നു. പടിയൂർ പൂമംഗലം കോൾ വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബണ്ടാണ് മഴ ശക്തമായതോടെ അരികിടിയുകയും പല സ്ഥലത്തും കുത്തിയൊലിച്ചും പോകുന്നത്. ഇരിങ്ങാലക്കുട MLAയും മന്ത്രിയുമായിരുന്ന ആർ ബിന്ദുവിന്റെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ വകയിരുത്തിയാണ് 240 ഹെക്ടറോളം വിസ്തൃതി വരുന്ന പൂമംഗലം പടിയൂർ കോൾ മേഖലയുടെ വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഫെബ്രുവരി ആദ്യമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. പടിയൂർ പൂമംഗലം പാടശേഖരത്തിൽ 1.3 കിലോമീറ്റർ ബണ്ട് റോഡ്, 2 സ്ലൂയിസുകൾ, മനക്കൽ കോൾപ്പാടത്ത് 50 HP പമ്പ് സെറ്റ്, എടക്കുളം പടിഞ്ഞാറെ പാടശേഖരത്തിൽ 20 HP പമ്പ് സെറ്റ്, 11-ാം ചാൽ മേഖലയിൽ 5 HP മോണോ ബ്ലോക്ക് പമ്പ് സെറ്റ്, ഷൺമുഖം കനാലിൽ VCB കം സ്ലൂയിസ് ട്രാൻസ്ഫോമർ തുടങ്ങിയവയാണ് സമഗ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 1.3 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന ബണ്ട് റോഡാണ് മഴ പെയ്തതോടെ ഇടിഞ്ഞുപോകുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ ബണ്ട് മണ്ണിട്ടുയർത്തിയതെല്ലാം ഒലിച്ചുപോകുമെന്ന ആശങ്കയിലാണ് കർഷകരും പൊതുജനങ്ങളും. ഗുണമേന്മയുള്ള മണ്ണിട്ട് ബണ്ട് ബലപ്പെടുത്താതെ മണ്ണിട്ടു പോകുന്നതിനാലാണ് മഴ പെയ്യുമ്പോൾ കുത്തിയൊലിച്ചു പോകാൻ കാരണമെന്ന് BJP പടിയൂർ പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റികൾ കുറ്റപ്പെടുത്തി.
തകർന്ന ബണ്ട് ഗുണനിലവാരത്തോടെ ഉടൻ പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പടിയൂർ പഞ്ചായത്ത് അംഗം ബിനോയ് കോലാന്ത്ര ജില്ലാ കളക്ടർക്കും KLDCക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി. എന്നാൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ബണ്ടിന്റെ ഇരുവശത്തും കയർ ഭൂവസ്ത്രം അണിയാനുള്ള തയ്യാറെടുപ്പിലാണെന്നും എന്നാൽ ഇടമഴ പെയ്തതാണ് തിരിച്ചടിയായതെന്നും പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ഫാസിസ്റ്റ് മോദി പാറ്റകളെ ഭയക്കുന്നുവെന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. തൃശ്ശൂരിൽ നടക്കുന്ന AITUC ദേശീയ ജനറൽ കൗൺസിലിന് മുന്നോടിയായി കേരളത്തിലെ ആദ്യ മെയ്ദിന റാലിയുടെ നവതി ആഘോഷവും SA ഡാങ്കെ ദിനാചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തൊഴിൽരഹിതരായ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിനെതിരെ ഉയർന്ന ഡിജിറ്റൽ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടിയ നരേന്ദ്രമോദി ഭീരുവാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഭിമാനം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പണയം വെച്ച മോദി ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി TK സുധീഷ്, അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് KV വസന്തകുമാർ, CPI നേതാക്കളായ CN ജയദേവൻ, AK ചന്ദ്രൻ, AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ചു. വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിക്ക് പിന്നാലെ ഓഫീസിനുള്ളിൽ കനത്ത പുക ഉയർന്നതോടെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അക്ഷയ കേന്ദ്രത്തിലെ ഇൻവെർട്ടർ, വയറിംഗ്, വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേന എത്തി പുക നിയന്ത്രിക്കുകയും പൊട്ടിത്തെറിച്ച ബാറ്ററി സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. ഹൃദയവാൽവുകൾ തകരാറിലായ വ്യക്തി ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പൊക്കുളങ്ങര വെസ്റ്റിൽ താമസിക്കുന്ന നിർധന കുടുംബത്തിൽപ്പെട്ട നെടുങ്ങാട്ട് വേലായി മകൻ 56 വയസ്സുള്ള സദാനന്ദനാണ് സഹായം തേടുന്നത്. 10 മാസങ്ങൾക്ക് മുൻപ് ശ്വാസതടസ്സത്തെ തുടർന്ന് ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സദാനന്ദനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തുടർ പരിശോധനയിൽ ഹൃദയവാൽവുകൾ തകരാറിലാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. പിന്നീട് ശസ്ത്രക്രിയയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടത്ര പണമില്ലാത്തതിനാൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ മരുന്നുകളുടെ സഹായത്താലാണ് ജീവൻ നിലനിർത്തുന്നത്. ഇദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ അറിഞ്ഞ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് രക്ഷാധികാരിയായും KB സുരേഷ് ചെയർമാനും ജോൺ പുലിക്കോട്ടിൽ കൺവീനറുമായി സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കാനറ ബാങ്കിന്റെ ചേറ്റുവ ബ്രാഞ്ചിൽ സദാനന്ദന്റെ പേരിലുള്ള 662008000215 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായം അയയ്ക്കുക. TCV ന്യൂസ്, തൃപ്രയാർ. ടാറ്റയുടെ ജനപ്രിയ SUV-യായ ടാറ്റ സിയറയുടെ ഡീസൽ വേർഷൻ സ്വന്തമാക്കാനുള്ള സുവർണാവസരമൊഴുക്കി തൃശൂർ പുഴയ്ക്കൽ ഹൈസൺ ടാറ്റ. ടാറ്റയുടെ കേരളത്തിലെ നമ്പർ 1 ഡീലറായ ഹൈസൺ ടാറ്റയിൽ സിയറ ഡീസൽ വേർഷൻ കാറുകളുടെ ഡെലിവറി ആരംഭിച്ചു. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഫീച്ചേഴ്സുകളോട് കൂടിയ ടാറ്റ സിയറ ഇപ്പോൾ
വെറും 12.99 ലക്ഷം രൂപ എക്സ്ട്രാ റൂം വിലയിൽ സ്വന്തമാക്കാം. ഹൈസൺ ടാറ്റയിൽ നടക്കുന്ന ഗ്രാൻഡ് സമ്മർ സെയിൽ ഓഫറിലൂടെ ടാറ്റ നെക്സോൺ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് CRIയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾക്ക് പുറമെ 10,000 രൂപയുടെ ലോയൽറ്റി ബോണസും സ്വന്തമാക്കാം. ഇന്ത്യയിലെ ഒരേയൊരു ഡീസൽ ഹാച്ച് ബാക്കായ അൾട്രോസ് ഡീസൽ വേർഷൻ ഇപ്പോൾ വെറും 7.99 ലക്ഷം രൂപ എക്സ്ട്രാ റൂം വിലയിൽ ലഭ്യമാണ്. കൂടാതെ ടാറ്റ കർവ് 3 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളിലും സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൂടെയും EMIയിലൂടെയും ഏറ്റവും നല്ല വിലക്കുറവിൽ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഗ്രാൻഡ് സമ്മർ സെയിൽ ഓഫറുകളിലൂടെ ഹൈസൺ ടാറ്റ സജ്ജമാക്കിയിരിക്കുന്നത്. ടാറ്റയുടെ നെക്സോൺ, പഞ്ച്, അൾട്രോസ്, ഹാരിയർ, സഫാരി കൂടാതെ ഇവയുടെ ഇലക്ട്രിക് വാഹനങ്ങളും അതിശയിപ്പിക്കുന്ന ഓഫറുകളിലൂടെ വാഹനപ്രേമികൾക്ക് സ്വന്തമാക്കാം. ഓരോ 30 മിനിറ്റ് യാത്രയിലും ഓരോ സർവീസ് സെന്റർ സേവനം ലഭ്യമാക്കുന്ന ഹൈസൺ ടാറ്റ വാഹനം ബുക്ക് ചെയ്താൽ ഉടനടി വാഹന ഡെലിവറി ചെയ്തു നൽകുന്നു. സ്റ്റോക്ക് പരിമിതമായതിനാൽ ഓഫറുകൾ ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രമായിരിക്കും. പുഴയ്ക്കലിന് പുറമെ മരത്താക്കര, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, വടക്കാഞ്ചേരി, ചന്ദ്രാപ്പിന്നി, കുന്നംകുളം, EV സ്റ്റോർ, കുട്ടനെല്ലൂർ എന്നിവിടങ്ങളിലും ഹൈസൺ ടാറ്റയുടെ ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9249579079. തൃശൂർ നഗരത്തിലെ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും സൈക്കിൾ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന്റെയും ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ റിഫ്ലക്ടർ വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ സൈക്ലേഴ്സ് തൃശൂർ ക്ലബ്ബിലെ 20ഓളം സൈക്കിൾ യാത്രക്കാർക്ക് മേയർ റിഫ്ലക്ടറുകൾ വിതരണം ചെയ്തു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ നടക്കുന്ന ഭജനോത്സവത്തിന്റെ ഭാഗമായി ഡോക്ടർ അനുശ്രീ സോമനാഥന്റെ നേതൃത്വത്തിൽ നാമസങ്കീർത്തനം അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് സത്സംഗ് കൊച്ചിയുടെ നാമസങ്കീർത്തനം അരങ്ങേറും. 26-ന് ഭജനോത്സവം സമാപിക്കും. എറണാകുളം കുന്നത്തുനാട് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് PKSന്റെ നേതൃത്വത്തിൽ തൃശൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി MV വിനോദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PA ലജുക്കുട്ടൻ, TK സുമ, KM രാജേഷ്, MT വിജയൻ, AR ബാലു, KK ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അറബിക്കടലിന്റെ മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 26 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ചക്രവാത ചുഴിക്ക് പുറമെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം. ഇനി വാണിജ്യം. ലേഡീസ് ഡ്രസ് മെറ്റീരിയലുകളുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുമായി പരാഗ് NX ഷോറൂം തൃശൂർ ഷൊർണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വരാജ് റൗണ്ട് നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷന് സമീപം ആരംഭിച്ച പരാഗ് NX ഷോറൂമിന്റെ ഉദ്ഘാടനം തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് പള്ളി ഇമാം ഇബ്രാഹിം ഫലാഹി നിർവഹിച്ചു. ഷോറൂം സാരഥികൾ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. സ്ത്രീകളുടെ വസ്ത്ര സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ മിഴിവും മികവുമേകുന്ന വിവിധ ശ്രേണിയിൽപ്പെട്ട ഡ്രസ് മെറ്റീരിയലുകളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളാണ് 2 നിലകളിലായി ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഡെയിലി വെയറുകൾക്ക് പുറമെ വെഡ്ഡിംഗ് വെയർ, പാർട്ടി വെയർ, പുതുപുത്തൻ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ തുണിത്തരങ്ങൾ എന്നിവയുടെയെല്ലാം വിപുലമായ ശേഖരവും പരാഗ് NX ഷോറൂമിന്റെ പ്രത്യേകതയാണ്. പ്ലെയിൻ മെറ്റീരിയൽസിന്റെ പ്രത്യേക സെക്ഷൻ തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വെൽവെറ്റ്, ഫെൻഡി, ടർക്കിഷ് ഓർഗൻസ്, വിചിത്ര സിൽക്സ് ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകളും ഷോറൂമിൽ ലഭ്യമാണ്. അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾക്ക് പുറമെ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഡ്രസ് മെറ്റീരിയലുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ഷോറൂം ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. ഡെയിലി പ്രിന്റഡ് മെറ്റീരിയൽസ് വെറും 49 രൂപ മുതലും വർക്ക് മെറ്റീരിയൽസ് 149 രൂപ മുതലും ഷോറൂമിൽ നിന്നും സ്വന്തമാക്കാം. വലിയ പെരുന്നാൾ പ്രമാണിച്ചുള്ള പ്രത്യേക കളക്ഷനും പരാഗ് NX ഷോറൂമിൽ സജ്ജമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8921861044. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 14,620 രൂപ, പവന് 1,16,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 16ാം നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂരിന് ലഭിച്ചത് 101 അംഗങ്ങളുടെ പിന്തുണ. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. എബോള വൈറസ് വ്യാപനം, ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ ദുരൂഹത. ഫയലുകൾ മോഷണം പോയതായ സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാസവള പ്രതിസന്ധി രൂക്ഷമായതോടെ ജില്ലയിലെ കർഷകർ പ്രതിസന്ധിയിൽ. വളത്തിന്റെ വില 3 ഇരട്ടിയാക്കിയത് കർഷകരുടെ ദുരിതം വർദ്ധിപ്പിച്ചു. കൊടകരയിൽ പാഴ്സൽ ലോറിയുടെ മറവിൽ രാസലഹരിക്കടത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നി സ്വദേശി മുഹമ്മദ് ഫാസിൽ അറസ്റ്റിൽ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. പുതിയ പാലത്തിനോട് ചേർന്ന് നടപ്പാതയും ഒരുക്കും. ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലത്തിന്റെ തകരാറിലായ ബെയറിംഗുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. 5 ദിവസത്തിനകം പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.